അപ്പോൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചൊരു നല്ലൊരു ദിവസമാണ്. കാരണം ഒരുപാട് വർഷത്തിന് ശേഷം സ്കോളർ കോളേജ് പൊന്നാനിയിൽ പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച എല്ലാവരും കൂടിയിട്ട്, എല്ലാവരും ഇല്ല, നമുക്കറിയാലോ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അതിലേക്ക് വരാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ചില എന്തായാലും വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് പേര് ഇന്ന് എന്തായാലും നമ്മൾ പേരശ്ശന്നൂർ നമ്മുടെ ദേവി എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ ഒത്തുകൂടുകയാണ്. വളരെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളായിരിക്കും. ആ നിമിഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഭീമന്റെ വഴി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷൻ കൂടിയാണ്. നമ്മൾ ആ പഠിക്കുന്ന കാലം, ആ കാലത്ത് ഇല്ലാത്തൊരു ബന്ധം, അതിനേക്കാൾ കൂടുതൽ ഒരു സ്നേഹബന്ധം ഇപ്പോൾ തോന്നുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ, സ്നേഹമൊക്കെ പിന്നിലേക്ക് പോകുന്നൊരവസ്ഥ. എല്ലാവരും കൂടിയിട്ട് എല്ലാം അണുകുടുംബമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഏറ്റവും എല്ലാവരും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വിശാലമായൊരു മനസ്സോട് കൂടിയിട്ട് എല്ലാ കൂട്ടുകാരോടും ഒന്നിച്ച് കൂടുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നതാണ്. വലിയ കോർഡിനേറ്ററാ, വരുന്ന സമയം കണ്ടില്ലേ? കുന്നംകുളത്തുള്ള ഞങ്ങളിവിടെ എത്തി. ഉദ്ഘാടനോ? ഹലോ, ഇതാണ് സുനി, അതായത് മഹാവൃത്തികെട്ടവനും സർവോപരി ബാക്കിയൊക്കെ പറയാറില്ലേ. ഇത് ഹുസൈന്റെ സ്വന്തം ഭാര്യ. ഇത് സുധ. അതുണ്ടായില്ല, അതിന് സൗണ്ട് ഉണ്ടായില്ല. ഇത് സിന്ധു. ഇത് സുധ ഉണ്ടാക്കിയതാണ്. ഇതല്ല, വെള്ളമല്ല, ഇത് കൂവ. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇതവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഹുസൈന്റെ സ്വന്തം പാത്തുട്ടി. ഇത് ദേവിയുടെ മരുവൻ. ഇവിടെ വെളിച്ചം വലിയ പ്രശ്നമാണ്, അതുകൊണ്ടാണ് പ്രശ്നം. ഇതാണ് ദേവി. ദിസ് ഈസ് ദ ദേവി ഓഫ് ഇന്ത്യ. ഇത് ലത. ലത ഉണ്ണിയേട്ടനെ എപ്പോഴും പറയും. ഈ മുകുന്ദനെ സുമിത്ര വിളിക്കുന്നു പറഞ്ഞ പോലെയാണ് ലത ഉണ്ണിയേട്ടൻ്റെ എന്ന് പറയാം. ദേവി ഇതാരാ? എന്റെ സ്വന്തം അമ്മ. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അടുത്തേക്ക് വാ. ദേവിയുടെ സ്വന്തം അമ്മയാണത്. ഇതാണ് ദേവിയുടെ ഹസ്ബൻഡ് ഓഫ് ഇന്ത്യ. ഇനി പാത്തുനെ ഞാൻ കണ്ടു. നല്ല സ്വന്തം മരുമോനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 4ാമത്തെ പ്രാവശ്യം പരിചയപ്പെടുത്തുന്നു. അമ്മമ്മയുടെ പേരക്കുട്ടി. ഇനി ആൾക്കാർ ഒരുപാട് വരാറുണ്ട്. അപ്പൊ നമുക്ക് പിന്നാലെ പരിചയപ്പെടാം. ഈ ഫോട്ടോയിലുള്ള വ്യക്തി ഇതുവരെ എത്തിയിട്ടില്ല. ഒപ്പം കളിക്കണ ആളെന്നോട് ചോദിക്കണേ, മോളാണല്ലേ അത്? പക്ഷെ വേറെ ആരുണ്ട്? ഇപ്പം 30 വയസ്സ്. ഓളിപ്പോഴും അതേപോലെ തന്നെ. ആയോട് മനസ്സമാനം പോയി. സംവിധായകൻ ജാഫർ ഇടുക്കി. കുരിശാണ്. ഒരു കുസൃതി ചോദ്യം. ഭക്ഷ്യയോഗ്യമായ ഒരു ഇംഗ്ലീഷ് നിറം. ഭക്ഷ്യയോഗ്യമായ ഒരു ഇംഗ്ലീഷ് നിറം. ഭക്ഷിച്ചിട്ടാ വന്നോണ്ടിരിക്കണത്. ഭക്ഷ്യയോഗ്യമായ ഒരു ഇംഗ്ലീഷ് നിറം. ഇംഗ്ലീഷ് നിറം.
എന്താ കൂടുണ്ടാ ഒരു നിറാണ്. ടൈം കഴിഞ്ഞു അടുത്ത കോളിലാണ്. അപ്പൊ ദേവിയേച്ചി പറയും. പക്ഷികൾക്കുമായ ഇംഗ്ലീഷ് നിറം. ഇനി അല്ല, ഇനി ഏറ്റവും വലിയ ക്ലൂ ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന നിറം. ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന നിറം അത് ഭക്ഷ്യ കളറല്ല. എല്ലാം ഇങ്ങനെ കഴിക്കുക. അല്ല ഇംഗ്ലീഷിലാണോ അല്ലേ? ഇംഗ്ലീഷ് വേർഡല്ലേ? ഇംഗ്ലീഷ് വേർഡാണ്. അത് കഴിക്കാൻ പറ്റും. എല്ല് എല്ല് കഴിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് നിറാണ്. അതിന് ഒരു മുറിക്കലും സ്പെഷ്യൽ ഊണ്. അതപ്പോ ഇടുമ്പോ ഒരു സ്പൂണ് കൂടുതൽ തരും. ഇതൊരു കൂട്ടായ്മയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ സ്കോളറിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ ടീച്ചർമാരുടെ കുറിച്ചുള്ള ഓർമ്മകള്, പുഷ്പ ടീച്ചർ, അജിത് സാറ്, അങ്ങനെ ഒരുപാട് പറഞ്ഞു വരികയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷാവുല്, ഞങ്ങളോടൊപ്പം ഇല്ലേ ഇപ്പോൾ, റംസി, അങ്ങനെ ഞങ്ങൾ വിട്ടു പറഞ്ഞ കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് മുന്നിൽ എന്താ പറയുക, അറിയാത്തൊരു നിമിഷം ഇതിലൂടെ കടന്നുപോയി. ഇനി ഞങ്ങളുടെ കൂട്ടായ്മ, ഈ സ്നേഹബന്ധം ഒത്തിരി വർഷം മുന്നോട്ട് കൊണ്ടുപോകട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ കുറച്ച് പ്രീ ഡിഗ്രി കുട്ടികളാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ഒന്ന് കണ്ടുകൊണ്ടത്. നല്ല സദ്യയൊക്കെ കഴിച്ചു. സദ്യയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം പരിചയപ്പെടുന്ന നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറാ നീ സ്വഭാവം നിർത്തിയില്ലല്ലേ? അതെ, കുട്ടികളൊന്നും കേട്ടാ, കുട്ടികളൊന്നും പറയാൻ പറ്റില്ല. കുട്ടികളാണ്, നമ്മള് കുട്ടികളാണ്. അതെ. പിന്നെ സത്യം പറഞ്ഞാലേ നമ്മള് നേരത്തെ സുനില് അവരുടെ കോമഡി റിപ്പീറ്റ് ചെയ്യട്ടെ. ഇവരൊക്കെ കാണുമ്പോഴാണ്, ക്യാമറ ഒന്നും തിരിച്ച് ഇവരൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇത്ര പ്രായമായിട്ടുണ്ടോ തോന്നുന്നത്. എല്ലാറ്റിനും പിടിച്ച് കണ്ടിടണോ? പിന്നെ അത് പറഞ്ഞ തമാശ കേട്ടോ. പിന്നെ സത്യത്തില് ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, സംസാരിക്കല്ലേ, ഞാനിവിടെ സംസാരിക്കുമ്പോ നിങ്ങളവിടെ സംസാരിക്കല്ലേ, ഞാൻ വളരെ ഗഹനമായിട്ടുള്ള സംസാരിക്കുന്നത്. ഇങ്ങനെ ഹലോ എന്നിട്ട് എവിടെ പറഞ്ഞു നമ്മള് ഒന്ന് കയറി വാ, വെഞ്ചിട്ട് കയറി വാ. പിന്നെ ഈ ഒരു സത്യത ഞാൻ സത്യത യാദൃശ്ചികമായിട്ട് നിങ്ങളെ ക്ലാസ്സിൽ വന്ന ഒരാളാണ്. SLC പോലും പാസ്സാവാനുള്ള യോഗ്യത അതല്ല, ഞാന് പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയിട്ട് എന്നെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഗുണ്ടായത് അങ്ങനെയാണ് ഇവരുടെ ക്ലാസ്സിൽ വന്ന് എഴുതാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ അന്ന് പല ആൾക്കാരെ പറ്റിയ ശേഷം ഇപ്പോഴാണ് ഞാൻ പിന്നെ കുറെ കാലം ഗൾഫും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയ കാരണം കുറെ ആൾക്കാരെ കാണാൻ പറ്റില്ല. ഇപ്പോഴാണ് ഇത് കാണുമ്പോഴും ആ ഒരു കാണുമ്പോഴുള്ള സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോവുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിൽ പോകുമ്പോൾ ആ കാലഘട്ടം നമ്മളിങ്ങനെ നമ്മുടെ ഉണ്ടായിരുന്ന കോളേജിന്റെ കലയും നാടകവും ആർട്സ് ഡേയും ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മളറിയാതെ ഇങ്ങനെ ഒരു ചെയ്തി പോലെ ഇങ്ങനെ വന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. സത്യം പറഞ്ഞാൽ ഒരു 20 വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ സമയത്ത്. അപ്പൊ 60 വയസ്സ്
ഇതൊന്നും ടിവിയിൽ വരില്ലല്ലേ. ആ അപ്പൊ ഞാൻ ബാറ്റഡ് എന്ത് ചെയ്യാ, ഞാൻ ഇവരോട് ഞാൻ ചോദിക്കാം. ലത കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലത മങ്കേഷ്കറും അതുപോലെ തന്നെ കോളേജിലെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നല്ലോ. അപ്പൊ ഇപ്പോ അല്ല ഇപ്പോ ഈ ഇത്രയും വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ലതക്ക് എന്താണ് തോന്നുന്നത്? ഞങ്ങൾ ജീവിതം എങ്ങനെ പോയി? ജീവിതം പച്ച പിടിച്ചോ? ജീവിതം നന്നായോ? ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായോ? അടുത്ത തലമുറക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മൊഴിഞ്ഞാലോ? എന്താ സത്യം പറഞ്ഞ ജീവിതം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കാരണം നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു. നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി, അതാണ് ഏറ്റവും നല്ല സന്തോഷമായത്. ഇപ്പോഴും ഞങ്ങൾ ഒത്തുകൂടിയപ്പോഴും ഒരുപാട് വർഷം ബാക്കിലേക്ക് പോയ പോലെ തന്നെ തോന്നിയത്. നല്ല സന്തോഷമായി എന്തായാലും. ഇതുപോലെ സൗന്ദര്യത്തിനൊന്നും വലിയ കോട്ടം സംഭവിച്ചിട്ടില്ല. അന്ന് നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റാർ ആരായിരുന്നു? ആരോടെ അത് കുറെ സ്റ്റാറുണ്ട്, കുറെ പേരുണ്ട് സ്റ്റാർ. അങ്ങനെയൊന്നുമില്ല, നല്ല പഠിക്കുന്ന കുട്ടികളുടെ ഒരു ആരാധന. പിന്നെ ഞങ്ങൾ ഇത്രയും എല്ലാരും കൂടി ഒത്തുകൂടിയപ്പോ നല്ല സന്തോഷം ആയിരുന്നു. പിന്നെന്താ, അന്നത്തെ ഓരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഞങ്ങള് പണ്ട് വിനീതിനെ കാണാൻ പോയിരുന്നു. പിന്നെ സിനിമാ നടൻ വിനീതിനെ MES പോയി കണ്ടു. അവിടെ വലിയ പവറിൽ പോയി കണ്ട്. പക്ഷെ പിന്നെ ആകെ തിക്കും തിരക്കൊക്കെ ആയിട്ട് പേടിച്ചിട്ട് ഒരു നോട്ടം ഒന്ന് കണ്ടിട്ടുണ്ട് പോകുന്നു. അല്ലാതെ ഉണ്ടായിരുന്നില്ലേ? അതുപോലെ ജയറാമിനെ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ വലിയൊരു അപരാധം പോലെയാണ്. വീട്ടില് പിന്നെ പറയാതല്ലേ പോണത്. അതാണ് ദേശാടനം പൈതൃകമൊക്കെ ഷൂട്ടിങ് കാണാൻ പോയിട്ടുണ്ട്. അതൊക്കെ അന്ന് ലതുണ്ടായിരുന്നു, കൂട്ട് ദേവി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. 2 കുട്ടികള്, ഭർത്താവ് ഒന്ന് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതി. നല്ല നല്ല സ്വഭാവമാണ്, കുടിക്കില്ല വലിക്കില്ല, നല്ല സ്നേഹമുണ്ട്. അത് മതിയല്ലോ, അതാണല്ലോ മെയിനായിട്ട്. ഇനി അതിന് പുകഴ്ത്തി പറയണില്ല ഞാൻ. ശരി, ഇനി അടുത്ത് പറയൂ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ വെച്ചാല് നമ്മൾ 10-30 വർഷം മുന്നേ നമ്മൾ എല്ലാം ഒരുമിച്ചായിരുന്നു കുട്ടികളെ. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയാ, നമ്മൾ കുട്ടികൾ എന്നാ പറയാ. ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ പോലെയാണ് നമ്മള്. പിന്നെ നമ്മൾക്ക് 2-3 മാഷ്, JP സാർ ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടൊരു മാഷായിരുന്നു. ഹിസ്റ്ററി. പിന്നെ പുഷ്പ ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ല, അതൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്ക് അവരെ കാണുമ്പോൾ ബഹുമാനമാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ ഇല്ല. ഇപ്പോൾ ടീച്ചർ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഡിഫറൻ്റ് ആണ്, ഒരേപോലെയാണ്. നമുക്ക് ഇന്നും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നീച്ചു പോകും അവരെ കാണുമ്പോൾ. അത് നല്ലൊരു ഇതാണ് നമുക്കുള്ളത്. പിന്നെന്താ വെച്ചാല് നമ്മൾ ഇതുമാതിരി വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പേടിയാണ്. ദൂരത്തേക്കൊക്കെ പറഞ്ഞയച്ചുകൊണ്ടൊക്കെ, പൊന്നാനി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദൂരമുള്ള സ്ഥലമൊന്നും അല്ല. പക്ഷെ അന്നൊക്കെ നമുക്ക് പൊന്നാനിക്ക് പോവാന്ന് പറഞ്ഞാല് നമുക്ക് വീട്ടുകാർക്കായാലും സമയത്ത് എത്തിയിട്ടില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ലാത്തൊരു ഇതാണ്. നല്ലൊരു നമ്മുടെ പറഞ്ഞ നല്ലൊരു സമയമായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ ഇല്ല യാതൊരു. അതെ അതെ, നമുക്ക് ഇപ്പോഴും അതെ അതെ, അവർക്ക് അങ്ങനെ ഒരു തോളത്ത് കയറ്റി കിടക്കുന്ന ഒരു ഇതാണ് ഇപ്പൊ. അവർക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. ടീച്ചർ എന്റെ അഭിപ്രായത്തിൽ ഗുണമല്ല. കാരണം നല്ല നമ്മുടെ കാലഘട്ടത്തിലത്തെ അതാണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഒരു നമ്മൾക്ക് അനുഭവിച്ചു. ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മളെക്കാട്ടും എല്ലാം കൊണ്ട് അറിവുള്ള ആളുകളുടെ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നല്ലതുണ്ട് ചീത്തയുണ്ട് കേട്ടോ, ഇല്ലാതല്ല പറയണത്. പക്ഷെ അത് നമ്മുടെ ഒരു യുഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമയമായിരുന്നു നമുക്ക് തോന്നുന്നു. പക്ഷെ അവരിപ്പോ നമ്മളോട് ചോദിക്കും ഇങ്ങനെയൊക്കെ അന്നുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അതും നമുക്ക് അതിന് നമുക്ക് മറുപടി പറയാൻ അവരെടുത്തില്ല. അങ്ങനെ നല്ല സൂപ്പറായിട്ട് പോയിരുന്നതായിട്ട് ചേച്ചി പറഞ്ഞോളൂ. അന്ന് നേച്ചറായിട്ട് കുളത്ത് പോയി കുളിക്കും, അങ്ങനെ വരിക. ഇന്ന് അതല്ല, ഇന്ന് ഫേസ് വാഷും തേച്ചിട്ടാണ് ഇന്ന് സൗന്ദര്യം കാത്തത്. VIP. അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാ എന്താ പറയാ, അത് സങ്കടമാണ്.
ഒന്നും ആലോചിക്കണ്ട, ഫ്രീ ബേർഡായിരുന്നു. ഒന്നും വേണ്ട. നമ്മൾ ഫ്രീ ആയി ഭക്ഷണത്തിന് മുമ്പ് പോയിരിക്കുക, അപ്പം തരും കഴിക്കുക, കുളത്ത് പോയി ചാടുക, മരം ചാടുക, മറ്റേ വളപ്പ് പോയി കളിക്കുക, അങ്ങനത്തെ ഒക്കെ വരും. പുഴയൊക്കെയാണെങ്കിൽ പുഴയ്ക്ക് പോവുക. ഇന്നതല്ലല്ലോ, നമ്മൾ എവിടെ പോയാലും ഇവിടെ എത്തണം. ഇപ്പം തവനൂർ, ഞാൻ ഇപ്പം അടുത്ത് ഒരു മീറ്റിങ്ങിന് തവനൂര് പോയി, പൊന്നാനി പോയി. തവനൂർ എത്തിയപ്പോൾ മൂവാങ്കര എന്ന് പറഞ്ഞു. അതിൻ്റെ വയറ്റിലുണ്ട് ഒരു സങ്കടം. ഞാൻ നെഞ്ഞത്തൊക്കെ ഇങ്ങനെ കടന്നതാവും. അവിടെ ഇറങ്ങാൻ തോന്നുക, സത്യമായിട്ട് ഇറങ്ങാൻ പറ്റില്ല, എവിടെ എത്തണമല്ലോ നമ്മൾ. അല്ലാതെ എന്താ ചെയ്യുക, ഇറങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് പിറ്റേ ദിവസം മോന് നിശ്ചയിച്ചിട്ട കുട്ടിയില്ലേ, അവൾ കൊണ്ടുപോയി, ഇവൻ്റെ പെങ്ങള്, അവൾ ഉന്നെ കൊണ്ടുപോയി അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചെന്ന് പകരം. അത് 2-3 ദിവസം നിന്നു, മനസ്സിൽ തന്നെ നിന്നു. അത് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതല്ലേ. ശ്രീനേട്ടൻ സൂപ്പറാണ്. ശ്രീനേട്ടനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ശരിക്കും സത്യം. ഇവിടെ വന്നിട്ടാണ് ഞാൻ സ്വാതന്ത്ര്യം ആഘോഷിച്ചിരിക്കുന്നത്. എവിടെ ആരുടെ കൂടെ വേണമെങ്കിൽ ഇപ്പൊ കണ്ട, ഇവന്റെ ഒക്കെ എന്നെ എത്ര ദിവസം വേണമെങ്കിലും വിടും. ഇതൊക്കെ ഒരു ആൾക്കാരുടെ വിശ്വാസവും അല്ല, അന്നത്തെ തലമുറ അങ്ങനെയല്ലേ. അന്ന് നമുക്ക് ഇങ്ങനെ ഫോണ് ഒന്നുമില്ലല്ലോ, അന്ന് അങ്ങനെയാണ് മാധ്യമങ്ങളൊക്കെ. ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ ജീവിക്കട്ടെ, അല്ലപ്പോ എന്താ ചെയ്യാ. ഇനി അടുത്ത കുട്ടികളെ നമുക്ക് കിട്ടുമെന്ന് തന്നെ അറിയില്ല. അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. അപ്പൊ മോനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം എന്നെ വിളിക്കാറ്. ഇപ്പൊ അവര് വരയ്ക്കണ വരയില ഞങ്ങൾ നിൽക്കുക. മുമ്പേ നമ്മൾ വരച്ചു കൊടുക്കും, മുമ്പ് നമ്മൾ വരച്ചു. ഇല്ല, ഒരു കുറ്റബോധമില്ല. അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നമ്മളോട് സ്നേഹമില്ല എന്നൊന്നും ഇല്ലാതിച്ചിട്ട് എല്ലാം ഉണ്ട്, സ്നേഹമുണ്ട്, അവനെല്ലാ അറിവും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വരയ്ക്കണ്ടല്ലോ വര. എനിക്കുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഇത്രയൊക്കെ മതി. ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ട, അസുഖമൊന്നുമില്ലാതെ സ്നേഹത്തോടുകൂടി തല്ലും തിരക്കുമില്ലാതെ ജീവിച്ചാൽ മതി. എനിക്കുണ്ട് കേട്ടോ, ഞാൻ നല്ല സംതൃപ്തി. ഇത് ഞാൻ ശ്രീനേട്ടോടും പറയണം, എനിക്ക് ഒരുപാടൊന്നും വേണ്ട. ഞാന് 10ാം ക്ലാസ് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് നല്ലൊരു ജോലി നേടി പോണെന്ന് വിചാരിച്ചാണ്. അല്ല, ഇന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നാണ്. പക്ഷെ ചെന്നപ്പെട്ടത് ഇതിന്റെ ഇടയിലാണ് ചെന്നപ്പെട്ടത്. മറ്റേ ഫസ്റ്റ് ഇയർ ഒറ്റ പോയി, സെക്കൻഡ് ഇയർ എഴുതിയെടുക്കാൻ ഇല്ല, ഞങ്ങൾ വാശി സെക്കൻഡ് ഇയറിൽ പിടിച്ച് മാഷ് പിടിച്ച് കോപ്പി അടിച്ചിട്ട്. പിന്നെ ഇതന്നെ അനുഭവം, ഇതന്നെ ഈ സുഹൃത്തുക്കളാണ്. അല്ല, ഈ സത്യത്തിൽ ഇപ്പൊ ഈ 20 വർഷം കഴിഞ്ഞിട്ട്, 30 വർഷമായല്ലോ കഴിഞ്ഞിട്ട്, 30 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കൂടെ പഠിക്കുന്ന ആൾക്കാരെ കാണുമ്പോ ചവിട്ടം അത്ര അനുഭവം ഒന്ന് മനസ്സ് മാറി പഠിക്കാൻ വിചാരിച്ചിരിക്കുന്നു. അല്ല, നിങ്ങളിപ്പോ 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്ന ഒരാളാണ്. അതെ. അല്ല, പലപ്പോഴും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടേ, സുനിലായിരുന്നു ആ ക്ലാസ്സിൽ സ്റ്റാർ എന്ന് പറയുന്നത്. അല്ലാതെ ആരാധന ഉണ്ടായിരുന്നത് സുനിലിനോട്. അതായത് അല്ല, ഇവിടുന്ന് പാറപ്പുറത്തുനിന്ന് പൊന്നാനിക്ക് പോണ സമയത്ത് ഓരോ ബസ് സ്റ്റോപ്പിലും നിങ്ങളെ കാത്തിട്ട് ഓരോ ഉണ്ടായത് അത് സത്യമാണല്ലേ. എന്തായിരുന്നു ആ സൗന്ദര്യത്തിന്റെ രഹസ്യം? 30 വർഷം തിരിഞ്ഞു നോക്കുമ്പോ എങ്ങനെയാണ് ജീവിതത്തിൽ നിങ്ങളുടെ ഒരു എന്ത് നേടി എന്നൊക്കെ ചോദിച്ചാണ് എന്താ ഉത്തരം പറയാൻ പറ്റുക? നേടി എന്ന് പറഞ്ഞാല് പിന്നെ ആ ഒരു വളർച്ച തന്നെയാണ്. ആ ഒരു പുരുഷ ബന്ധത്തിന്റെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുന്നു. മൂത്ത മക്കളെ അനുസരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊരു പേടിയോട് കൂടെ ഒരു അനുസരണയിലൂടെ വളർന്നുകൊണ്ടായിരിക്കാം ഇന്ന് എനിക്ക് ഈ ഒരു ജീവിതം, വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്നത്തെ ഈ ഹാപ്പിയാണ്, സന്തോഷമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും നാളെ ദൈവത്തിന് എടുത്ത് എടുക്കുന്ന കാര്യം. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നല്ല സുഹൃത്ത് ബന്ധങ്ങള്, മനസ്സറിഞ്ഞ് സ്നേഹം കൊടുക്കുന്നതും സ്നേഹം തിരിച്ചു കിട്ടുന്നതും നല്ല സുഹൃത്ത് ബന്ധങ്ങള്, അതൊക്കെയാണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും സ്കോളറിന് പഠിച്ച ആൾക്കാരാണ്. സ്കോളറിനെ കുറിച്ച് അല്ലെങ്കിൽ അജിസാറെ കുറിച്ച് എന്താ പറയേണ്ടത്? ഒരുപാട് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം പിന്നെ എന്താ പറയാ, നല്ല ക്ലാസ്. നമ്മൾ അന്നൊരു ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളൊന്നും ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാതിരുന്നത്. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ടീച്ചർ ആവാതെ പോയി.
എന്നിരുന്നാലും എന്റെ മക്കളെ അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുന്ന മക്കളോട് രണ്ടു വാക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ അവരെ ഇതാവാറുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്കത് എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തുള്ള സംസാരങ്ങൾ പറഞ്ഞു. രാജേഷ് സാറാണെങ്കിലും ശരി, നമ്മുടെ കൊളാടി അജിത് സാറ്, പുഷ്പ ടീച്ചർ, പുഷ്പ ടീച്ചർ എടുത്തു പറയണം നമ്മൾ, ശോഭ ടീച്ചർ, അങ്ങനെ രേണുക ടീച്ചർ, അവരൊക്കെ നമുക്ക് എടുത്തു പറയുന്ന ജെ പി സാറ്. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ ഓർമ്മ. സതീഷ് മാഷ് ഓർമ്മ, സതീഷ് മാഷ് ഇംഗ്ലീഷ് എടുക്കുന്ന സതീഷ് മാഷ്. നമ്മള് 30 വർഷം കഴിഞ്ഞിട്ട് ഇത്തിരി അവരെ മനസ്സിൽ കൊണ്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം കൊണ്ട് അല്ലെങ്കിൽ അവര് നമ്മൾ തോൽക്കയിട്ട് നടന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇന്നും അവര് നമ്മളെ മനസ്സിൽ ആ പൂജിച്ചു കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുന്നത്തെ ആ ഒരു സ്നേഹബന്ധം തന്നെയായിരുന്നു. സ്നേഹബന്ധം അടുത്ത തലമുറ ചിലപ്പോ അങ്ങനെ ഓർത്തോളുന്നില്ല. ഇല്ല, ഇന്ന് അവരുടെ തോള് കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും കൂടാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം എന്താ അറിയോ, നമുക്ക് വളർച്ച വരുമ്പോൾ നമുക്ക് കുട്ടികളും മക്കളും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും സ്വാഭാവികം. പക്ഷെ അതിൽ നിന്ന് ഇന്നത്തെ ദിവസവും ഞാൻ ഫോണിൽ അങ്ങനെ ഉപയോഗിച്ചില്ല. കാരണം എനിക്ക് നമ്മള് എല്ലാം മറന്നുകൊണ്ട് നമ്മള് കുറച്ച് തമാശ കൊണ്ട് തിരിച്ചില്ലേ, നമുക്ക് പൈസ കൊടുത്ത് കിട്ടാത്ത, കടയിൽ മേടിക്കാൻ കിട്ടാത്തതല്ല, ഇന്ന് നഷ്ടപ്പെടുന്നതും സംഗതിയാണ്. അപ്പൊ ഒരു കൂട്ടായിട്ടുള്ള ഒരു ഇതിപ്പോ ശാസ്ത്രം പറയുന്നത് തന്നെ, നിങ്ങൾ ഫാമിലിയായിട്ട് കൂടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൂട്ടുകാരായിട്ട് ഇടപെടണം കേട്ടോ. അവിടെ നമ്മുടെ ആയുസിന്റെ ആരോഗ്യത്തിന്റെ ഒക്കെ ഇതവിടെ മറ്റേ 30 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നില്ല. അതാണ് എന്റെ സത്യം. ബിന്ദു, ഇപ്പൊ ഇത്ര നമ്മളിപ്പോ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഈ പഴയ ആൾക്കാരെ കാണുമ്പോ അല്ലെങ്കിൽ കൂടെ പഠിച്ച ആൾക്കാർ ഒരുമിച്ച് പഠിച്ച ആൾക്കാരെ കാണുമ്പോ എന്താ സത്യം തോന്നുന്നു? പഴയ കോളേജ് ജീവിതം ഓർമ്മ വരുന്നത്. ആ 2 വർഷം അവിടെ പഠിച്ചില്ലേ, അപ്പൊ അതേപോലെ തന്നെ. അപ്പൊ വീടുമില്ല, ഭർത്താവില്ല, മക്കളുമില്ല, എല്ലാം മറന്നു. സ്വന്തം ഭർത്താവാണ് കേട്ടോ. ആ കുറച്ചു നേരം പിന്നെ അവരൊക്കെ വിട്ടുപോയി. അല്ല, സത്യത്തില് ജീവിതം അന്നത്തെ കാലത്തെ ജീവിതവും ഇന്നത്തെ കാലത്തെ ജീവിതം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? പിന്നെ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടുള്ള ജീവിതം തന്നെയാണ്. ഇന്നിപ്പോ എല്ലാത്തിനും സഹകരിക്കുന്ന ഭർത്താവാണ്, അതെ, മക്കളും അതെ, ഏത് കാര്യത്തിനും അവരൊപ്പം ഉണ്ട്. അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുന്ന വലിയ കാര്യം. കാരണം നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക, അല്ലെങ്കിൽ കുട്ടികളായി നമ്മളെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുക. ആ അമ്മയ്ക്ക് നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് അവർക്ക് തോന്നുമ്പോഴാണ് നമ്മളിങ്ങനെ വരാൻ പറ്റുന്നത്. നിങ്ങളിപ്പോ ബിന്ദുവിന് ഏട്ടൻ സംഭവിച്ചില്ല, ഇപ്പൊ വരാൻ പറ്റില്ല. എനിക്ക് വരാൻ പറ്റും, കാരണം ഞാൻ പുരുഷനാണ്, എന്റേതായ മേൽക്കോയ്മ പലപ്പോഴും സമൂഹത്തിലുണ്ട്. പക്ഷെ എന്നിട്ട് അങ്ങനെ ഒരു പാർട്ട്ണർ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ കിട്ടുക. അപ്പൊ ഇനി ഇപ്പൊ അടുത്ത തലമുറ എങ്ങനെയായിരിക്കും ഇത്രയും ഗെറ്റ് ടുഗദർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്? എങ്ങനെ ചിന്തിക്കുന്നത്? അത് ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ, അവരവരുടേതായ രീതിക്കല്ലേ ജീവിക്കുന്നത്. അവര് കൂടുണ്ട് ഓരോ സ്ഥലത്ത്. ഇപ്പൊ എന്റെ മക്കളായാലും അതെ, ഓരോ സ്ഥലത്ത് അവരൊത്തുകൂടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പൊ ചിലപ്പോ അവരൊക്കെ കൂടുതൽ ഫിസിക്കലായിരിക്കില്ല, ഓൺലൈനിലായിരിക്കും. ഓൺലൈനിൽ നിരന്തരമായിട്ട് കാണുന്ന ആൾക്കാരെ അതെ. നമ്മൾ നമ്മൾ അന്ന് എന്തായിരുന്ന ആ ഒരു ഓർമ്മ എപ്പോഴും നമ്മൾ നേരിട്ട് കാണുമ്പോഴേ പുതുക്കാൻ പറ്റും. അവര് പലപ്പോഴും നിരന്തരമായിട്ട് വാട്സാപ്പ് ചാറ്റുകളിൽ വീഡിയോ കോളിലൊക്കെ വെറുതെ കാണുന്നുണ്ട്. ഇന്ന് ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ച അന്ന് നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ സമയത്ത് വാട്സാപ്പോ അല്ലെങ്കിൽ വീഡിയോ കോളോ ഒന്നുമില്ല, മൊബൈൽ പോലും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ബന്ധത്തിൽ ഇത്ര തീവ്രത അല്ലെ? ഇപ്പൊ ഇന്നത്തെ ആ തീവ്രത ഇല്ല. കാരണം അവർ നിരന്തരമായിട്ട് അവർക്ക് വേർപിരിയലില്ല. അവരെ സംബന്ധിച്ച് വേർപിരിയ എന്നുള്ളത് കാരണം എപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു തീവ്രത ഉണ്ടാവില്ല. എന്താ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ തീവ്രത ഉണ്ടാവില്ല. ഓക്കെ, അവസാനമായിട്ട് പിന്നെ സ്കോളറിനെ കുറിച്ചും സ്കോളറിന്റെ ഒരു അന്തരീക്ഷത്തെ കുറിച്ചും എന്താണ്? സ്കോളർ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അത് എന്നും ഓരോ ദിവസവും അതിങ്ങനെ ആലോചിക്കും. ആ കാലത്ത് അവിടെ ജീവിച്ചതും ആ മാഷുമാരും ടീച്ചർമാരും ഒക്കെ എല്ലാവരും കൂടലും പറയുമ്പോ വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അതിങ്ങനെ ആലോചിക്കുമ്പോ നല്ല മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെ. ഏട്ടനിപ്പോ ഞങ്ങളിപ്പോ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്, ആൾക്കാർ. ഞങ്ങളുടെ കൂടെ പഠിക്കാത്ത ഒരാളാണ് ഏട്ടൻ, അല്ലെ? എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ബിന്ദുവിനെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ
എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങളുടെ ഈ ഒരു ഞങ്ങളുടെ ബന്ധത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തെ? നിങ്ങളുടെ സ്കോളർ ബാച്ച് ഉണ്ടല്ലോ, അതൊരു അഭിമാനകരമായിട്ടുള്ളൊരു ബാച്ചാണ്. അതിന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത്രയും പ്രായത്തിലും ഈ ഒത്തുചേരല്, ഈ കൂട്ടായ്മയും എല്ലാവരും പരസ്പരം അറിഞ്ഞുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് അത്. അതിന് അസൂയ തോന്നാം, അഭിമാനം തോന്നിക്കാം. എന്റെ ഭാര്യ കൂടെ അതിൽ പങ്കാളിയാണല്ലോ എന്നുള്ളൊരു അഭിമാനം കൂടെ ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത തലമുറ ഇങ്ങനെ കൂടെ ഇരിക്കും, അവരുടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, നല്ല ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നുണ്ട്? അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇന്നത്തെ ജീവിതം IT യിലേക്കാണ്. അപ്പൊ IT ആകുമ്പോ പരസ്പരം ഒത്തുചേരലുണ്ടാവില്ല. നെറ്റ് സൗഹൃദങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പൊ ഏട്ടന്റെ ഒരു കലാലയ ഒരു സ്കൂൾ ജീവിതത്തില് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങള് ഈ കൂടിച്ചേരലില് ഞങ്ങള് പ്രീഡിഗ്സ് മാച്ചിന്റെ കൂടിച്ചേരലിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഹുസൈനും അതുപോലെ തന്നെ ഹുസൈൻ മൊബൈൽ എടുക്കരുത്, ഹുസൈന്റെ ഭാര്യ സബിതയും കൂടി ഉണ്ടാക്കിയ കേക്ക് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അത് ഇവരുടെ പൊന്നാര മോള് പാത്തു, ഞങ്ങളുടെ പൊന്നാര പാത്തു ഇപ്പൊ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന ദൃശ്യത്തിലേക്ക് എല്ലാവരും ഞങ്ങള് സ്വാഗതം. ഓക്കെ, വലുതാക്കി തന്നെ കട്ട് ചെയ്തോ? ഒക്കെ കൊതിയന്മാരാ, ഒക്കെ കൊതിയന്മാരാ. നോക്കടാ, അപ്പാണ്ട് ഇറങ്ങ.